ഞാൻ വെള്ളത്തിൽ പോയോ? ഇല്ല ഇല്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നലെ മീനടം മുണ്ടിയാക്ക സ്വദേശി അനീഷിനെ കാണാതായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തോടിൻ്റെ സൈഡിൽ ഇരുന്ന് കിട്ടിയതുകൊണ്ട് വെള്ളത്തിൽ വീണെന്നുള്ള നിഗമനത്തിൽ ഫയർഫോഴ്സുകാരെല്ലാം കൂടെ ഈ പരിസരങ്ങളെല്ലാം മുഴുവൻ തപ്പുവാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കാണാം. അവർ തട്ടാങ്കടവ് പാലം, മീനടം ക്ഷേത്രത്തിൻ്റെ അവിടെ, അതുപോലെ ഞണ്ടുകുളം പാലം വരെ, അതായത് അതുപോലെ കൈതപ്പാലം, അങ്ങനെ എല്ലാം തപ്പുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടം തട്ടാങ്കടവ് പാലത്തിലാണ്. അവിടെ പാമ്പാടി പോലീസ് എത്തിയിട്ടുണ്ട്. അവർ പരിസരമെല്ലാം മുഴുവൻ നോക്കുന്നു. അപ്പം നമ്മുടെ മുണ്ടിയാക്കൽ സ്വദേശിയായ അനീഷിനെ രാവിലെ 10 മണിയോടുകൂടിയാണ് കാണാതായത്. അപ്പം വീടിൻ്റെ സമീപത്തുള്ള തോടിൻ്റെ സൈഡിൽ വെച്ച് അനീഷിൻ്റെ ചെരുപ്പ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതേ തുടർന്ന് ആണ് വെള്ളത്തിൽ പോയെന്നുള്ള നിഗമനത്തിലാണ് പോലീസിൽ അറിയിച്ചത്. പോലീസും ഫയർഫോഴ്സും വന്ന് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇപ്പം തട്ടാങ്കടവ് പാലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടുന്ന് ആ പരിസരങ്ങൾ മുഴുവൻ ഇറങ്ങി വെള്ളത്തിൽ കൂടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല വെള്ളം വരവായിരുന്നു മീനടം തോട് വഴി. അത് പാമ്പാടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം മീനടം, ഞണ്ടുകുളം, അതുപോലെ കൈതപ്പാലം വന്ന് അങ്ങനെ കൊടിയൂരാറിലാണ് ഇത് ലയിക്കുന്നത്. അപ്പം ആ പരിസരങ്ങളെല്ലാം അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീനടം ദേവീക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു തടയണയുണ്ട്. അപ്പോൾ ആ പരിസരത്തെല്ലാം അവിടെ പോയി നോക്കി. പക്ഷെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലം പോലും വിട്ടുകളയാതെ വെള്ളം ബ്ലോക്കായി കിടക്കാനിടയുള്ളിടെല്ലാം അവർ തപ്പുവാണ്. അപ്പോൾ ഇതുപോലെ മാലിന്യങ്ങൾ ധാരാളം അടിഞ്ഞിട്ടുണ്ട് മീനിടത്ത്. ഇതിപ്പോൾ മീനിടത്ത് ആശുപത്രിപ്പടിക്കലാണ്. അപ്പോൾ അവിടെ ഇതുണ്ട്, ഇഷ്ടംപോലെ മാലിന്യം അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് അടിയാവുന്നതാണ് ഫയർഫോഴ്സിൻ്റെ നിഗമനം. അതുകൊണ്ടാണ് അവർ പിന്നെ ഇന്നലെ രാവിലെ 10 മണി തൊട്ട് ഫയർഫോഴ്സ് ഈ വിവരം അറിഞ്ഞപ്പം തൊട്ട് ഫയർഫോഴ്സ് വന്ന് തെരച്ചിൽ തുടങ്ങിയതാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ നേരത്തോട് നേരമായി. അപ്പം മൃതദേഹം വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ മൃതദേഹം പൊങ്ങി വരാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് എല്ലായിടവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോട്ട് പോകുന്നിടത്ത് ഒരു ചെറിയ തടയണയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോക്ക് വലിയ പാടാണ്. കാരണം അവിടെ എല്ലാം പായൽ പിടിച്ച് കിടക്കുകയാണ്. എങ്കിലും ഫയർഫോഴ്സുകാർ അതിലെ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പോയി നോക്കി. അതിനുശേഷം അവർ തിരിച്ചു വരികയാണ്. ഇത് മീനടം പുത്തമ്പരപ്പടിക്കൽ കരിമ്പിൽക്കാരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം വീണ് കിടന്നതിനോടനുബന്ധിച്ച് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. ഇതൊക്കെ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. മീനടം പഞ്ചായത്തിൽ ഉള്ളതാണ്. കണ്ടോ, ഇവിടെ മൊത്തം എനിക്ക് തോന്നിയ ആ പാമ്പാടി തൊട്ടുള്ള വേസ്റ്റ് മുഴുവൻ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു ഭീകര ദൃശ്യം തന്നെയാണ്. കാരണം അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ നോക്കുന്നുണ്ട് ഫയർഫോഴ്സ്. ആ പരിസരങ്ങളെല്ലാം, പിന്നെ ചെറിയൊരു കൈവഴിയുണ്ട്, പുത്തമ്പരപ്പടിക്ക് എന്ന് അകത്തോട്ടൊരു കൈവഴിയുണ്ട്. ആ പരിസരം എല്ലാം നോക്കി. പിന്നെ ഞണ്ടുകുളം പാലമാണ്. ഞണ്ടുകുളം പാലത്തിൻ്റെ അവിടെ എങ്ങും തടയണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ സാധ്യതയില്ല, ഒഴുകി പോകാനുള്ള വഴിയേ ഉള്ളൂ. അതുകൊണ്ട് അവരെ പരിസരം എല്ലാം നോക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ചെറിയ കൈവഴികളുണ്ട്. ഞണ്ടുകുളം പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ കൈവഴിയുണ്ട്. ആ സ്ഥലങ്ങളിൽ പോയി. അവിടെ കണ്ടത്തിലൊക്കെ കഴിഞ്ഞ ദിവസം എല്ലാം വെള്ളമായിരുന്നു. നല്ലപോലെ വെള്ളം വന്നു കഴിഞ്ഞ ദിവസം ആ മഴയ്ക്ക്. അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങി തപ്പുവാണ്. അവർ ശരിക്കും ഇതിനു വേണ്ടി തന്നെ ഒരു ദിവസമായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ പരിസരം എല്ലാവരും നോക്കുന്നുണ്ട്. ഞണ്ടുകുളം, ഇതാണ് ഞണ്ടുകുളം പാലത്തിന് സമീപമാണ്. അവിടെയെല്ലാം ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ തടയണയുണ്ട്. അവിടെ എല്ലാം നോക്കി. അവിടെയൊക്കെ നല്ല ശക്തമായ വെള്ളമൊഴുക്കാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ സാധ്യതയില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തേനൊക്കെ ഏറെക്കുറെ വെള്ളത്തിൽ വീണ് മരിച്ചാണെങ്കിൽ മൃതദേഹം പൊങ്ങി വരുമെന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ അതിനുശേഷം അവർ കൈതപ്പാലത്തേക്ക് തെരച്ചിലിനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി കൊടിയൂരാറിലെത്തും.